ഇല്ല, തങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ആദ്യ രാത്രി ഒഴിവാക്കാൻ പറ്റില്ല. മീനുവും ജയ്യും ഈ സത്യം തിരിച്ചറിയുന്നു. മറ്റു വഴികളൊന്നുമില്ലാതെ മീനു ജയ്യെ ഫോൺ വിളിക്കുന്നു. ജയ് ഫോൺ എടുത്തു. ഹലോ. പറയൂ. എടാ, ഞാൻ ഞാൻ എന്തൊക്കെ ശ്രമിച്ചിട്ടും എനിക്കിത് ഒഴിവാക്കാൻ പറ്റുന്നില്ലടാ. നീ ഇവിടെ വന്നേ പറ്റൂ എന്നൊരവസ്ഥയാണ്. എനിക്കത് മനസ്സിലായി. ജയ് മറുപടിയായി പറഞ്ഞു. ഇപ്പം എന്താ ചെയ്യാ നമ്മൾ? ഞാൻ വരാം. ഇവിടുന്ന് അങ്ങോട്ട് വന്നേ പറ്റുള്ളൂ എന്ന കാര്യം എനിക്ക് മനസ്സിലായി. ശരി, ഞാൻ വരാം. രണ്ടുപേർക്കും പരസ്പരം കൂടുതലായിട്ട് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഫോൺ കട്ട് ചെയ്തു. മീനുവിൻ്റെ മനസ്സിൽ വല്ലാത്ത ആദിയായിരുന്നു. അതേ ആദിയിൽ തന്നെയായിരുന്നു ജയ്യും. ആദ്യ രാത്രി ഫോൺ കട്ട് ചെയ്ത ശേഷം മീനുവിൻ്റെ മനസ്സിനോടായി ചോദിച്ചു, തനിക്കിതിന് സാധിക്കുമോ? ഏതൊരു പെൺകുട്ടിയുടെയും ജീവിതത്തിൽ ആദ്യ രാത്രി ഒരൊറ്റ തവണയേ ഉണ്ടാവാറുള്ളൂ. എന്നാൽ തൻ്റെ ജീവിതത്തിലെ ഇത് രണ്ടാമത്തേതാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ തനിക്കിതൊരു പുതിയ തുടക്കമല്ല. തൻ്റെ പഴയ ഓർമ്മകൾ തന്നെയാണ് മീനുവിനെ വീണ്ടും വീണ്ടും അലട്ടിക്കൊണ്ടിരിക്കുന്നത്. താൻ ആത്മാർത്ഥമായി സ്നേഹിച്ച തൻ്റെ പുരുഷൻ പല രാത്രികളിലും ഒരു മൃഗമെന്ന പോലെ തന്നോട് പെരുമാറിയ നിമിഷങ്ങളാണ് മീനുവിൻ്റെ ജീവിതത്തിൽ വല്ലാണ്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ ആദ്യ വിവാഹത്തിൽ പരിഗണനയോ ബഹുമാനമോ സന്തോഷമോ സ്നേഹവും ഇല്ലാതിരുന്ന പോയ ദിവസങ്ങൾ, ഭയം മാത്രമായിരുന്നു ആ ജീവിതം അവൾക്ക് സമ്മാനിച്ചത്. ആ അനുഭവങ്ങൾ അവളുടെ ശരീരത്തേക്കാളും അവളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയൊരാണിനെ വിശ്വസിക്കാൻ അവൾ തയ്യാറാവില്ല. ജയ് ഇനി എത്ര നല്ലവനാണെങ്കിലും വിശ്വസിച്ച് തൻ്റെ കിടപ്പുമുറിയിൽ അവനെ കയറ്റുക മീനുവിന് സാധിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ മീനു ആ തീരുമാനമെടുക്കുന്നു. ജയ് എന്ന വ്യക്തിയോടുള്ള പ്രതികാരമല്ല, അവനിലെ നല്ലവനെ തിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ടല്ല. തൻ്റെ സുരക്ഷിതത്വം താൻ ഉറപ്പുവരുത്തണം. ഇത് അവനെ ഒരിക്കലും ശിക്ഷിക്കാൻ വേണ്ടിയല്ല, സ്വയം രക്ഷിക്കാൻ വേണ്ടി മാത്രം. ഒരുപക്ഷെ താൻ ചെയ്യാൻ പോകുന്ന കാര്യം ജയ്ക്കൊരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുമായിരിക്കില്ല. അതൊരു പക്ഷേ അവനൊരു അപമാനമായിട്ട് തോന്നിയേക്കാം, അല്ലെങ്കിൽ അവനോടുള്ള എൻ്റെ വിശ്വാസത്തിൻ്റെ അഭാവമായിട്ടും. പക്ഷേ തനിക്ക് ഇന്നത്തെ ഈ രാത്രി കടന്നു പോകാൻ വേണ്ട ധൈര്യം മാത്രമാണ് തൻ്റെ ഈ തീരുമാനമെന്ന് മീനു മനസ്സിലുറപ്പിക്കുന്നു. ഇതൊരിക്കലും അവനെ വേദനിപ്പിക്കാൻ വേണ്ടി അവൾ എടുക്കുന്നതല്ല. പക്ഷേ അവൾക്ക് തോൽക്കാതിരിക്കാൻ, വീണ്ടും ഒരിക്കൽ കൂടി തൻ്റെ വേദനകൾ തന്നെ ഓർമ്മിപ്പിക്കാതിരിക്കാൻ ഈ ഒരു തീരുമാനം തനിക്കെടുത്തേ പറ്റുള്ളൂ. മീനു മനസ്സിലുറപ്പിച്ചു. അതെ, മീനുവും ജയ്യും കാത്തിരുന്ന ആ സമയം കടന്നു വരികയാണ്. രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ രാത്രിയെ വരവേൽക്കാൻ വീടൊരുങ്ങി. മീനുവിൻ്റെ ഏട്ടന്മാർ തൻ്റെ പെങ്ങളുടെ മണിയറ ഗംഭീരമായി അണിയിച്ചൊരുക്കി. എന്നാൽ ആ മണിയറയ്ക്കിടയിൽ കടന്നു വരുന്ന രണ്ട് മനസ്സുകൾക്കിടയിൽ വല്ലാണ്ട് അസ്വസ്ഥതയുണ്ടായിരുന്നു. മീനു കാത്തിരുന്നു ജയ്യുടെ വരവിനായി. അങ്ങനെ അവർ രണ്ടുപേരും ആഗ്രഹിക്കാതെ ആ രാത്രി അവർക്കിടയിലെത്തുന്നു. തൻ്റെ ആദ്യ വിവാഹത്തിലെ പഴയകാല ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന മനസ്സുമായി മീനു. ആദ്യ വിവാഹത്തിൽ അവൾ അനുഭവിച്ചത് സ്നേഹമായിരുന്നില്ല, ഭയമായിരുന്നു. ബഹുമാനമില്ലാത്ത ഒരു ദാമ്പത്യം. അതിൻ്റെ ഓർമ്മകൾ ഇന്നും അവളെ വിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ രാത്രി ആഘോഷിക്കാൻ അവൾക്കൊരിക്കലും സാധിക്കില്ല. പേടിയാണ് അവൾക്ക്. ആദ്യ രാത്രിയുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി ഏട്ടന്മാർ പുറത്തിറങ്ങി. എങ്ങനെയുണ്ട് മോളെ, കൊള്ളാവോ? മീനുവോടനോടായി ഏട്ടന്മാർ ചോദിച്ചു. ഏട്ടന്മാർ തനിക്കൊരുക്കിയ മണിയറ കണ്ട് മീനുവിൻ്റെ ഹൃദയം പൊടിയുന്നുണ്ടായിരുന്നു. അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയെങ്കിലും ഒന്ന് ചിരിക്കണമെന്ന് അവൾക്ക് തോന്നി. ഉള്ളിൽ സങ്കടങ്ങൾ അടക്കിക്കൊതുക്കി അവളൊന്ന് ചിരിച്ചു. ജയ് തനിക്ക് തീരെ താല്പര്യമില്ലാത്ത ആ രാത്രി
ഒരു പെണ്ണിൻ്റെ കൂടെ ആദ്യമായി ഒരേ മുറിയിൽ കിടന്നുറങ്ങുക അവൻ്റെ ജീവിതത്തിലെ അതൊരു പുതിയൊരു അനുഭവമാണ്. വിവാഹം അവനൊരു ബാധ്യത മാത്രമായിരുന്നു, ഒരു ബന്ധമല്ല. അതുകൊണ്ട് തന്നെ അവനൊരിക്കലും ഈ രാത്രിയെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഒഴിവാക്കാൻ തനിക്കാവുന്ന വിധം ശ്രമിച്ചതാണ്. തോറ്റുപോയി രണ്ടുപേരും. വീട്ടിലേക്ക് വരാതിരിക്കാൻ പല കാരണങ്ങളും അന്വേഷിച്ചിട്ടും സാധിച്ചില്ല. സമയം വൈകി ജയ് മീനുവിൻ്റെ വീട്ടിലെത്തി. അങ്ങനെ അവർ രണ്ടുപേരും ആ ആദ്യ രാത്രിയിലേക്കെത്തി. മീനു അവനെ അവൻ്റെ മുറിയിലേക്ക് ക്ഷണിച്ചു. ജയ് ആ വീടിൻ്റെ ആ കിടപ്പുമുറിയിൽ കയറി വാതിലടച്ചു. കൊട്ടാരം പോലുള്ള ആ വീട്ടിൽ അവൻ വല്ലാണ്ട് ചെറുതായി തോന്നി. ഒഴിവാക്കാൻ സാധിക്കാത്ത വിധം തങ്ങളെ തേടി ആ ആദ്യ രാത്രി കടന്നുവെന്നെന്ന് അവർക്ക് രണ്ടുപേർക്കും തോന്നി. മീനുവിന് പേടിയായിരുന്ന രാത്രി. ജയ് വളരെ അസ്വസ്ഥനായിരുന്നു. എന്തു ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ. ഒരാൾ പഴയ ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നു, മറ്റൊരാൾ യാഥാർത്ഥ്യത്തിൽ നിന്നും മാറി നിൽക്കാനും. അതുകൊണ്ട് തന്നെ ആ രാത്രി ഇരുവർക്കും ഒരുപോലെ ആയിരുന്നില്ല. ഒരാൾക്ക് അത് വീണ്ടും സംഭവിക്കുമോ എന്ന പേടിയായിരുന്നു, മറ്റൊരാൾക്ക് ഒന്നും സംഭവിക്കാതിരിക്കണേ എന്ന പ്രാർത്ഥനയും. എന്തു ചെയ്യണമെന്ന് ഒരൈഡിയ ജയ്ക്കുണ്ടായിരുന്നില്ല. പക്ഷേ മീനുവിൻ്റെ മനസ്സിൽ വ്യക്തമായ ഒരു തീരുമാനം ഉറച്ചിരുന്നു. ഇന്നത്തെ ഈ രാത്രി വളരെ സുരക്ഷിതമായി തനിക്ക് കിടന്നുറങ്ങണം. അതിന് ജയെ അല്പം നിരാശപ്പെടുത്തിയേ പറ്റുള്ളൂ. മീനു ജയെ ഒന്ന് നോക്കി. എന്തു ചെയ്യണമെന്നറിയാതെ അവൻ പതറി നിൽക്കുകയാണെന്ന് മീനുവിന് മനസ്സിലായി. ജയ് തിരിച്ചു മീനുവിനെയും ഒന്ന് നോക്കി. പരസ്പരം പറയാൻ രണ്ടുപേർക്കും വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ജയ് തന്നെ തുടക്കം കുറിച്ചു. ഞാൻ ഇവിടെ കിടന്നോളാം, സോഫയിലൊക്കെ സ്ഥലമുണ്ടല്ലോ, ഞാനിവിടെ കിടന്നോളാം, ജയ് പതുക്കെ പറഞ്ഞു. സോഫയിൽ കിടന്നാലും ഈ ബെഡ്റൂമിൽ തന്നെയല്ലേ? അല്ല, പിന്നെന്താ ചെയ്യണ്ടേ? ജയ് സംശയത്തോടെ മീനുവിനോടായി ചോദിച്ചു. എനിക്ക് കുഴപ്പമില്ല, നീ ബെഡിൽ തന്നെ കിടന്നു, മീനു ഉറച്ചങ്ങ് പറഞ്ഞു. ജയ് ഒന്ന് നെട്ടി. എന്താ പറഞ്ഞേ? ബെഡിൽ കിടക്കാനോ? ബെഡിൽ തന്നെ കിടന്നു. ഏയ്, അതൊന്നും ശരിയാവില്ല. എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ, നീ ബെഡിൽ തന്നെ കിടന്നോ? അതൊന്നും ശരിയാവില്ലെന്ന് ഞാനും പറഞ്ഞില്ലേ, ഞാനിതിനു മുമ്പ് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. എന്തായാലും ഇന്ന് കഴിച്ചില്ലേ? ഏയ്, അതൊന്നും പറ്റില്ല, ഞാനെന്തായാലും നിൻ്റെ കൂടെ കിടക്കില്ല, അത് ഉറപ്പാണ്. നല്ല കാര്യം, മീനു വളരെ ശാന്തമായി പറഞ്ഞു. ഇവളെന്താ ഇത്രയും കൂളായിട്ട്? നിനക്ക് എവിടെയാണോ കിടക്കാൻ തോന്നുന്നത്, എന്നാൽ പിന്നെ അവിടെ കിടക്ക്, മീനു ജയ്യോടായി പറഞ്ഞു. ജയ് മീനുവിനെ വീണ്ടും ഒന്ന് നോക്കി. തനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന ഭാവമായിരുന്നു അവൻ്റെ ആ നോട്ടത്തിൻ്റെ അർത്ഥമെന്ന് ജയ്ക്ക്